വണ്ടി ഓൾട്ടോ കേട്ടനാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്യാൻ പോവുകയാണ്. നല്ല മങ്ങി കിടക്കുകയാണ് രണ്ട് സൈഡ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഓരോ വീഡിയോയിൽ കാണാൻ ഈ കോൾഗേറ്റ് ഇട്ടും അതുപോലെ തന്നെ ജസ്റ്റ് ടൂത്ത് പേസ്റ്റൊക്കെ ഇട്ട് ചെയ്താൽ മാറും എന്നൊക്കെ. അതിനൊന്നും ഇത്രയ്ക്ക് പോകില്ല. നമ്മൾ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. സ്റ്റെപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് സോപ്പ് വെള്ളം പോലത്തെ വെള്ളം ജസ്റ്റ് ആഡ് ചെയ്തിട്ട് 2000 പേപ്പർ ഇട്ട് നല്ലപോലെ തേക്കണം. പേപ്പർ നല്ലപോലെ തേച്ചെടുക്കണം കേട്ടോ ഗൈസ്. പേപ്പർ ഇട്ട് നമ്മൾ ഒരുപാട് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫീൽഡ് വരും. ജസ്റ്റ് എൻ്റെ അഴുക്കൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ തുടച്ചെടുക്കാം. ജസ്റ്റ് തുടച്ചെടുത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. ഇത്രയും നരച്ച് കിടക്കുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു നിപ്പോണിൻ്റെ മറയും പേസ്റ്റിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത സെക്കൻഡ് ടൈംസ് പേപ്പർ ഇട്ട് തേച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ടത് മറയും പേസ്റ്റ് ഇട്ട് സ്ക്രബ് ചെയ്യണം കൈക്ക്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈക്ക് ജസ്റ്റ് കുറച്ച് ഈ തിക്നെസ് മാറാണ്ട് ശകലം വെള്ളം സാധാ വാട്ടർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് കൈക്ക് തെളിച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ ഈ ഒരു ഇതിൽ സ്ക്രബ് ചെയ്ത് കൈക്ക് മൊത്തത്തിൽ ആഡ് ചെയ്യണം. എന്നിട്ട് പോളിഷ് ചെയ്യുമ്പം ഇതിൽ പെയിൻറ്റ് കട്ടാവിരിക്കണം. ജസ്റ്റ് ഒന്ന് മാസ്കിൻ്റെ ആപ്പ് ഇങ്ങനെ ഒട്ടിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒട്ടിക്കണില്ല. ഒട്ടിച്ചാൽ നന്നായിരിക്കും. പെയിൻ്റൊന്നും കട്ടാവില്ല. ഇല്ലെങ്കിൽ പോളിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പാഡ് കയറി പിടിക്കും. അപ്പോൾ നമ്മൾ ഇത്ര ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ടിരിക്കണം. അതുപോലെ തന്നെ അപ്പുറത്ത് മൂന്നാമത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മളെ പോളിഷ് മെഷീൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാം. മെഷീനിൽ അടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പോളിഷ് ചെയ്യണം. അത്യാവശ്യം ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തും കൂടെ ചെയ്യാം. ഇവിടെയും കൂടെ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഇടാം. 4th സ്റ്റെപ്പ്. ഇത് 3rd ആണ് കേട്ടോ. ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഫിനിഷിങ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വാക്സ് ഇടാം. വാക്സും കൂടെ ഇടുകയാണെങ്കിൽ ജസ്റ്റ് ഫോർ വെട്ടിത്തിളങ്ങും പുതിയ ഹെഡ്ലൈറ്റ് എങ്ങനെയാണോ അതുപോലെ. അല്ലാണ്ട് ഈ യൂട്യൂബിലൊക്കെ ചിലവർ ചെയ്യണില്ലേ കോൾഗേറ്റ്, അതൊന്നും വലിയ ഇത്ര ഒരു ഫിനിഷിങ് കിട്ടില്ല. ജസ്റ്റ് ഒരു വെട്ടം കിട്ടും. കൈക്ക് ചെയ്ത ഒരിക്കലും ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല. എന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു വെട്ടം എടുപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പഴയ അഴുക്ക് ഫുള്ളും കളയുക ആദ്യം പേപ്പറിട്ട്. എന്നിട്ട് പിന്നെ ഹീറ്റ് ചെയ്യും. ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീലുണ്ട്, നല്ല ചൂടുണ്ട്. ഹെഡ്ലൈറ്റ് ഇട്ട കണക്കാണ്. അപ്പം പുറത്ത് നമ്മൾ ഹീറ്റ് ചെയ്യണം. ആകുമ്പം ഇതിൻ്റെ പുറത്തുള്ള അഴുക്കും വെയിലിൻ്റെ ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണം ശരിക്കും. ഇത് ഒരുപാട് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടി വരെ പോകും. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇടേണ്ട ഒരു സാധനമാണ് 3mm ലിക്വിഡ് വാക്സ്. ഇതായിട്ട് ലാസ്റ്റ് ഫിനിഷിങ്ങിന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ സർവീസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇടണില്ല. സർവീസൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് തുടച്ചാൽ മതി. കൈക്ക് വേസ്റ്റ് ഇട്ട് തുടച്ചാൽ മതി. അപ്പോൾ ബൈ സി യു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.